നിഷാദ്, നമ്മൾ ഇന്നലെ കണ്ടു ബെയിലി പാലം പൂർണ്ണമായും സജ്ജമായിരുന്നു. ഇപ്പോൾ ഈ പാലം നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു വേഗത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂടുതൽ യന്ത്ര സാമഗ്രികൾ, JCB, ഹിറ്റാച്ചി പോലുള്ള യന്ത്രങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? 25 ആംബുലൻസുകൾ ഓരോ ദിവസവും കടത്തിവിടുമെന്നൊക്കെ അറിയിച്ചിരുന്നു. അവിടെ എന്താണ് ഈ പാലം നിർമ്മാണം പൂർത്തിയായതിനു ശേഷം സംഭവിക്കുന്നത്? ഓക്കെ, ബെയിലി പാലം നിർമ്മിച്ചത് മൊത്തത്തിൽ കാര്യങ്ങളുടെ വേഗത കുറച്ച് സ്മൂത്ത് ആക്കിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല രേഷ്മ. അവിടേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഈ എസ്റ്റേറ്റിനകത്തുണ്ടായിരുന്ന ചില ജീപ്പുകൾ മാത്രമാണ് അകത്ത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ പോർഷൻ കഴിഞ്ഞ് കടന്നു വന്നാൽ ഒരു 2 കിലോമീറ്ററോളം ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൊക്കെ നടന്നാലാണ് ഏറ്റവും വലിയ അപകടം ഉണ്ടായ സ്പോട്ടിൽ നമുക്ക് എത്താൻ പറ്റുക. അതിനകത്തൊരു ഇവിടുത്തെ എസ്റ്റേറ്റിന്റെ ചെറിയ ജീപ്പുകൾ മാത്രമാണ് അവിടെ കണ്ടെടുക്കുന്ന ബോഡി ഇവിടെ കൊണ്ടുവരുന്നത്. ഒരു പിക്കപ്പ് വാനിലാണ്. ഇവിടുന്ന് രക്ഷാപ്രവർത്തകർ ഈ താൽക്കാലിക നടപ്പ് പാലത്തിലൂടെ അപ്പുറത്ത് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പം ആംബുലൻസ് നിരന്തരമായി പോകുന്നു. ഇപ്പം രക്ഷാപ്രവർത്തകർ, ഡെൽറ്റ സ്ക്വാഡ് ഇതെല്ലാം പോകുന്നത് അവരവരുടെ വണ്ടിയിൽ പോകുന്നു. അവിടെ വേഗത്തിൽ എത്തിക്കാനും അവിടെ നിന്ന് കണ്ടെടുക്കുന്ന ബോഡി പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കൂടുതൽ ബോഡിയൊന്നും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി കാണണം. അതർവൈസ് ഈ വാഹനങ്ങളെല്ലാം പോകുന്നു. ഈ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ കടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മാത്രമല്ല, ബാക്കി ഒരുപാട് സ്ഥലത്ത് നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. വില്ലേജ് റോഡിൽ ആദ്യത്തെ മിനിഞ്ഞാന്നാണ് അവിടെ നിന്ന് കൂടുതൽ ബോഡി കണ്ടെത്തിയത്. അന്ന് അവിടെ ഈ ആളുകൾ കൈകൊണ്ട് മുറിക്കുന്ന ഉപകരണങ്ങളും വളരെ പരിമിതമായ സംവിധാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ അവിടെ കൂടുതൽ JCBയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിറ്റാച്ചിയൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തനം അവിടെ നടത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ആളുകൾ ബോഡി കണ്ടെത്തിയെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ആളുകൾ അവിടേക്ക് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ പ്രദേശത്തെല്ലാം ഈ ഒലിച്ചു വന്ന ഭാഗങ്ങളിൽ പലയിടത്തായി ഇവിടെ എല്ലാം നായ മണം പിടിക്കുക. ഈ സ്പോട്ടുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന നായ മണം പിടിച്ച് ഡെഡ് ബോഡി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന സ്ഥലത്ത് മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. അപ്പോൾ ഈ സ്പോട്ടിലെല്ലാം അങ്ങനെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടങ്ങൾക്കകത്തും പുറത്തും തകർന്ന കോൺക്രീറ്റ് പാളികൾക്ക് താഴെയുമൊക്കെയായി മനുഷ്യരുടെ ബോഡി കണ്ടെത്തുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന എൻ്റെ ഈ പിന്നിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ സ്കൂളിൻ്റെ മുൻപിലുള്ള വശത്ത് ഒരു സ്ത്രീയുടെ ബോഡി കിട്ടിയത്. അവരുടെ തലയ്ക്ക് കാര്യമായി പരിക്കേറ്റാണ് മരണമെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്ത് ഒഴുകി വന്ന് അടിഞ്ഞിട്ടുണ്ടാവാം മൃതദേഹങ്ങൾ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നത്. പിന്നെ അത് വലിയ ടാസ്ക്കാണ് രേഷ്മ. ഞാൻ നിൽക്കുന്നത് അതായത് ഇപ്പോൾ ഈ പാറകളൊക്കെ നീക്കി നോക്കി ഇവിടെ എന്തുമാത്രം അപകടം ഇതിന് താഴെ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ഭയങ്കരമായ ഒരു പ്രയത്നം ആവശ്യമുള്ള കാര്യമാണ്. ഈ ഏതാണ്ട് മുണ്ടക്കയിലെയും സ്ഥിതി ഇത് തന്നെയാണ്. മറ്റേ ഇപ്പോൾ നമ്മൾ വില്ലേജ് റോഡിലേക്ക് പോയാൽ അവിടെ മരങ്ങൾ കൂടുതൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ വലിയ അപകടം അവിടെ ഉണ്ടായതല്ല, പോയി ഒലിച്ചു വന്ന് അടിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ പരിശോധന നടത്താൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ അവിടുത്തെ പ്രക്രിയ കുറച്ചൊരു വേഗത്തിൽ പൂർത്തിയാക്കും. ഇവിടുത്തേത് വലിയ ടാസ്ക് ആണെന്ന് തന്നെ കാണണം. രേഷ്മ ചോദിച്ച പോലെ ഈ പുതിയ പാലം വന്നതിന് ശേഷം മൂവിങ് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട് എന്നത് നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് പറയേണ്ട ഒരു അപ്ഡേറ്റ് ആണ്. തീർച്ചയായും നിഷാദ് പറഞ്ഞതുപോലെ പലയിടങ്ങളിലും ഈ വില്ലേജ് റോഡിലടക്കം ഈ വലിയ മരക്കഷ്ണങ്ങളൊക്കെ വന്നുകൂടി വലിയ തടസ്സം നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പാറക്കൂട്ടങ്ങളൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നതിനും അപ്പുറമാണ്, ദൃശ്യങ്ങൾ പറയുന്നുണ്ടെല്ലാം. ഇപ്പോൾ ചോദിക്കാനുള്ളത് കാലാവസ്ഥയെക്കുറിച്ചാണ്. ഇന്നിപ്പോൾ വയനാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. ഇന്നലെ ഈ പുഞ്ചിരിവട്ടം അടക്കമുള്ള മേഖലകളിലൊക്കെ പലപ്പോഴും രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. സൈനികർക്കടക്കം തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നിലവിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? മഴ പെയ്യുന്നുണ്ടോ അവിടെ? മഴ ഇവിടെ ചെറുതായി പെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്തും കാര്യമായിട്ട് മഴ പെയ്യാം എന്നുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ പൂർണ്ണമായും തെളിഞ്ഞ കാലാവസ്ഥയല്ല. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടേക്ക് വരുന്ന സമയത്തൊക്കെ നന്നായി മഴ പെയ്തിരുന്നു. ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. രേഷ്മ, ഈ ഇവിടുത്തെ മഴ എന്ന് വെച്ചാൽ അതിശക്തമായ മഴ പെയ്യുകയല്ല, നിർത്താതെ മഴ പെയ്യുന്നു. ഇപ്പോൾ ഈ അപകടം ഉണ്ടാകുന്നതിൻ്റെ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ കംപ്ലീറ്റായി നിർത്താതെ ദിവസം മുഴുവൻ ഡേ ത്രൂ മഴ പെയ്തിട്ട് അത്രയും വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിട്ടുള്ള അപകടമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ അതിശക്തമായ മഴയല്ല. ആ മഴ ഇങ്ങനെ നേരിയ തോതിൽ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ആക്ടിവിറ്റീസിനെ കാര്യമായിട്ട് മഴ അങ്ങനെ യന്ത്രങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുകയാണ് കൂടുതലായും ചെയ്യുന്നത്. അപ്പോൾ യന്ത്രങ്ങളുടെ ഈ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളെ, അവരുടെ ആക്ടിവിറ്റീസിനെ സത്യം പറഞ്ഞാൽ മഴ ഇവിടെ കാര്യമായിട്ട് അങ്ങനെ ബാധിക്കുന്നില്ല. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന പുഴയുണ്ടല്ലോ, ഈ പുഴ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ഭാഗത്തുകൂടി ഒഴുകിയിരുന്നു ഇന്നലെ വരെ. ഇന്നലെ ഇവർ ഈ ബെയിലി പാലം ഉണ്ടാക്കിയതിന് ശേഷം ബെയിലി പാലത്തിൻ്റെ ഒരു എഡ്ജിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അതിന് താഴെ കൂടെയുള്ള ഈ ജലത്തിൻ്റെ ഒഴുക്ക് വലിയ ഹിറ്റാച്ച് കൊണ്ടുവന്ന ഈ കല്ലുകളെല്ലാം അങ്ങോട്ടേക്ക് മറിച്ചിട്ട് ഇതിനെ ഡീവിയേറ്റ് ചെയ്തിരിക്കുക, റീറൂട്ട് ചെയ്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുഴ. ഇപ്പോൾ ഈ ഭാഗത്ത് ഒഴുകി അതിൽ മാത്രമേ ഒഴുകുന്നുള്ളൂ. നേരത്തെ ഈ വഴിയെല്ലാം പുഴയ്ക്ക് ഒഴുക്കുണ്ടായിരുന്നു. അത് സാധ്യമായ മുഴുവൻ വഴികളിലൂടെയും ഇത് ഒലിച്ച് കയറിയാണ് വന്നതെന്ന് ഇന്നലത്തെ കാഴ്ച. ഇന്നിപ്പോൾ കൂടുതൽ ഹിറ്റാച്ച് കൊണ്ടുവന്ന് ഇത്രയും ഭാഗം അടച്ച് ഇവിടുത്തെ ഒഴുക്ക് നിയന്ത്രിച്ചിരിക്കുകയാണ്. അതർവൈസ് ഈ ബെയിലി പാലം 2 സൈഡിൽ മാത്രമേ അതിന് താങ്ങുള്ളൂ. അപ്പോൾ ഇവിടുത്തെ അതിൻ്റെ മണ്ണിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടാൽ താഴെ പോകുന്ന നില വരും. അതുകൊണ്ട് അവർ റീറൂട്ട് ചെയ്തിരിക്കുകയാണ്. കാലാവസ്ഥ
രക്ഷാപ്രവർത്തനത്തെ ഏതെങ്കിലും നിലയ്ക്ക് സീരിയസ് ആയിട്ട് ബാധിച്ചിട്ടൊന്നുമില്ല. മഴ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ തെരച്ചിൽ നടക്കുന്നുണ്ട്. എല്ലാവരും സജീവമായിട്ട് തന്നെ ഗ്രൗണ്ടിലുണ്ട്, ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഒരു അപകടത്തിൻ്റെ, നമുക്ക് വലിയ ഭീതിതമായ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ വയനാട്ടിൽ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഈ അപകടം ഉണ്ടായ സ്ഥലത്തിൻ്റെ ഒരു 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 ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത നോക്കിയിട്ട് നമ്മൾ നിൽക്കുന്ന എല്ലാ സ്ഥലത്തിനും ഏതാണ്ട് ആ സ്വഭാവമുണ്ട് രേഷ്മ. അതാണ് ഇവിടുത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്നത്.